നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിവാഹശേഷം ഞങ്ങൾ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇവിടെ ജീവിച്ചതെങ്കിലും അമ്മയും ഗൗരിയും തമ്മിൽ ചില ചേർച്ചക്കുറവുകളുണ്ടായിരുന്നു. ഈ ചേർച്ചക്കുറവുകളെ പറ്റി മഹിയേട്ടൻ മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്തായിരുന്നു എന്ന് മഹിയേട്ടൻ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഞാനെല്ലാം പറയാം. നല്ല സിനിമയെന്ന് കേട്ടെ. നീ കുറച്ചു ദിവസമായിട്ട് പറയുന്നതല്ലേ, അതാ ഞാൻ പോയേക്കെന്നങ്ങ് തീരുമാനിച്ചത്. അതുകൊണ്ടാ എല്ലാ പരിപാടിയും മാറ്റിവെച്ച് ഞാൻ നേരത്തെ വന്നു. താങ്ക് യു മഹിയേട്ട. സിനിമ കാണുന്നതിനേക്കാളും മഹിയേട്ടന്റെ കൂടെ പുറത്ത് ഒന്നിച്ച് നടക്കാനും ചുറ്റിക്കറങ്ങി സംസാരിക്കാനും ഒക്കെ മോഹമുണ്ട്. കല്യാണം കഴിഞ്ഞ പിന്നെയാ നമുക്കൊന്നിനും സമയം കിട്ടാത്ത. പ്രണയിച്ച് നടക്കുന്ന സമയത്ത് എല്ലാത്തിനും നേരം ഉണ്ടായിരുന്നു. ഇപ്പൊ ആണെങ്കി ഒന്നിനും സമയമില്ലാതായിരിക്കുവോ? അത് നീ എന്നെ നൈസായിട്ടൊന്ന് കുറ്റപ്പെടുത്തിയതാണല്ലോ. അല്ല മഹിയേട്ടാ, മഹിയേട്ടന്റെ തിരക്ക് എനിക്കറിയാലോ. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനല്ലേ ഞാനിവിടെ ഉള്ളത്. ഗൗരിയുടെ പല ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോഴാവും അമ്മ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളായിട്ട് വരുന്നത്. ആഹാ, നിങ്ങള് എങ്ങോട്ടോ പുറത്തേക്ക് പോകാൻ തുടങ്ങാന്ന് തോന്നുന്നു. അതെ അമ്മേ, ഒരു സിനിമയ്ക്ക് പോണം, പറ്റിയ ഒരു ഷോപ്പിംഗും. അല്ല, അമ്മ വരുന്നുണ്ടോ? ഓ ഇല്ല മക്കളെ, നിങ്ങൾ പോയിട്ട് വാ. ഇന്ന് നീ നേരത്തെ വന്നത് കണ്ടപ്പോ ഞാൻ നിന്നെയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. അത് പറയാന് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ നിങ്ങൾ പോവാനിറങ്ങിയ സ്ഥിതിക്ക് പോയിട്ട് വരൂ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ. പിന്നെ ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് അമ്പലത്തിൽ പോവാൻ പറ്റില്ല. അതുകൊണ്ടായിരുന്നു. എന്നാ നമുക്ക് അമ്പലത്തിൽ പോവാമേ. ഓ വേണ്ട മോനെ, സാരമില്ല, നിങ്ങൾ പോയിട്ട് വാ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോയിക്കോളാം. ഇന്ന് അമ്പലത്തിൽ പോയിട്ട് നാളെ വേണമെങ്കിൽ സിനിമയ്ക്ക് ഷോപ്പിങ്ങിനൊക്കെ പോവാമല്ലോ. ഞാൻ ഏതായാലും റെഡി ആയിട്ട് നിൽക്കുക. അമ്മ പോയി റെഡി ആയിട്ട് വാ, നമുക്ക് അമ്പലത്തിൽ പോവാം. അല്ലേ ഗൗരി? എനിക്ക് 2 ദിവസത്തേക്ക് അമ്പലത്തിൽ വരാൻ പറ്റില്ല മയ്യേട്ടാ. ഓ നിങ്ങൾ പോയിട്ട് വാ. എന്നാ പിന്നെ ഞാൻ റെഡി ആവട്ടെ മോനെ. ശരി അമ്മേ. പോയിട്ട് വരാം. ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയോ? പല ഘട്ടങ്ങളിലും ഇവനെയും എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയന്നിരുന്നു. അതിൽ നിന്നെല്ലാം മാറി മഹിയുടെ മനസ്സൊന്ന് ശരിയായി വരുന്ന സമയത്ത് എന്റെ മോനെ നീ വീണ്ടും സങ്കടത്തിലാക്കരുത് ഗംഗെ. അമ്മേ, അതൊന്നും സാരമില്ല. ഞാനിപ്പോ ഓക്കെയാ. എന്റെ മനസ്സിപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗംഗയോട് ഞാൻ എല്ലാം പറഞ്ഞത്. എന്നാലും അത് വേണ്ട മോനെ. എത്രയൊക്കെ ആയാലും മനസ്സിലേറ്റ വലിയ മുറിവുകളാ അതൊക്കെ. ഉണങ്ങി വരുന്ന മുറിവുകൾ വീണ്ടും കുത്തി നോവിച്ചാൽ അതിൽ നിന്ന് രക്തം കിനിയും. അത് വേണ്ട. ഗംഗയ്ക്കെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തോളാം.
വാ ഗംഗേ, വാ. ഉം. ഇങ്ങ് വാടി. നിനക്ക് എന്താ അറിയണ്ടേ? ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് എന്താ അറിയണ്ടേന്ന്? ഒന്നുമില്ല. അങ്ങനെ പറയരുത്. എന്തൊക്കെയോ നിനക്ക് അറിയാനുണ്ടല്ലോ, അതല്ലേ എല്ലാവരോട് ചോദിച്ചോണ്ട് നടക്കുന്നേ. എനിക്കൊന്നും അറിയണ്ട. ഇതിനു മുൻപ് ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞതാ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാനോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാനോ നടക്കരുതെന്ന്. വീണ്ടും നീ എന്റെ വാക്കിന് യാതൊരു വിലയും തരാതെ ഞാൻ പറഞ്ഞതനുസരിക്കാതെ പലതും ചകഞ്ഞു നടക്കുക. ഒരു വീട്ടില് പല രഹസ്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഈ വീടിന്റെ മാത്രം രഹസ്യ. അവിടെ മാത്രം ഒതുങ്ങേണ്ടത്. അതിനെക്കുറിച്ച് തിരക്കി നടക്കാൻ പുറത്തുള്ളവർക്ക് അവകാശമില്ല. നീ പുറത്തുനിന്നുള്ളവളാ. ഈ വീട്ടിലെ ഒരു കാര്യവും നീ അറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇത് ഞാൻ നിനക്ക് തരുന്ന താക്കീതാ, അവസാന താക്കീത്. ഇനി നീ ചകയാൻ നടന്ന മണ്ണിനടിയിൽ ചീഞ്ഞു നാറുന്നത് നീയായിരിക്കും. അത് നീ മറക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.